ഹലോ ഫ്രണ്ട്സ്, ട്രംപ് വീണ്ടും വെടിപൊട്ടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഫാർമ, സെമി കണ്ടക്ടർ, ഓട്ടോ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ വീണ്ടും താരിഫ് വരുമെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രസ്താവനയിലാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഓൾറെഡി സ്റ്റീലും പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ ഓൾ ഓവർ ദ വേൾഡ് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുകളിൽ നമുക്ക് താരിഫുണ്ട്. ഫാർമ, സെമി കണ്ടക്ടർ എപ്പോഴാണ് താരിഫ് വരാൻ പോകുന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ല, സമയം പറഞ്ഞിട്ടില്ല, ഡേറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഓട്ടോ പ്രൊഡക്റ്റുകൾക്ക് ഏപ്രിൽ 2 മുതലായിരിക്കാം ഇത് നിലവിൽ വരാൻ സാധ്യത എന്നാണ്. ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ തന്നെ അതിൻ്റെ പേരിൽ നെഗറ്റീവായിട്ടാണ് ക്ലോസിംഗ് അല്ലെങ്കിൽ ഓപ്പണിംഗ് തുടങ്ങിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യൻ ഫാർമ കമ്പനികൾ അതിശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ നേരിട്ടു. കാരണം ഇന്ത്യൻ ഫാർമ കമ്പനികളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പുതുതായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ ഏകദേശം 90% ജനറിക് പ്രിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാലും ജനറിക് ഡ്രഗ്സിൻ്റെ വോളിയം നോക്കിക്കഴിഞ്ഞാലും 60%-ലധികം വരുന്നതും ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏകദേശം $10 ബില്യൺ എക്സ്പോർട്ടാണ് അമേരിക്കയിലേക്ക് ഇന്ത്യൻ ഫാർമ കമ്പനികൾ നടത്തുന്നത്. നേരെ മറിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് $1 ബില്യൺ ഇമ്പോർട്ടും നടത്തുന്നുണ്ട്. അതിന് പുറമെ ഇന്ത്യൻ പ്രധാനപ്പെട്ട യുഎസിൽ ഉള്ള കമ്പനി യുഎസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികളുടെ റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 10 മുതൽ 50% വരെ റവന്യൂ അവർ യുഎസ് മാർക്കറ്റിൽ നിന്നാണ് ഫെച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു താരിഫ് ഹൈക്കോ മറ്റുള്ള കാര്യങ്ങളോ വരികയാണെങ്കിൽ ഇന്ത്യൻ ഫാർമ കമ്പനികൾ, പ്രത്യേകിച്ചും യുഎസിൽ പ്രസൻസ് ഉള്ള ഫാർമ കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് അവരുടെ റവന്യൂവിലും അതുപോലെ തന്നെ ഏർണിങ്സിലും ഒക്കെ തന്നെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കലി ഒരു 10% താരിഫ് പോലും നമ്മുടെ ട്രംപ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫാർമ പ്രൊഡക്റ്റുകൾക്ക് 10% ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. കൊണ്ടുവന്നാൽ പോലും നമ്മുടെ കമ്പനികളുടെ ഏർണിങ്സിൽ 1 മുതൽ 7% വരെ EPS-നെ ബാധിക്കും, ഏർണിംഗ് പെർ ഷെയറിനെ ബാധിക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു എസ്റ്റിമേറ്റ്, അവരുടെ 2026 ഏർണിങ്സ് എസ്റ്റിമേറ്റ് പ്രകാരം കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫാർമ കമ്പനികൾ ഒരു നെഗറ്റീവ് ഔട്ട്ലുക്കിലേക്ക് ഇന്ന് പോയത്. അതുപോലെ തന്നെ 10 മുതൽ 60% വരെ US സെഗ്മെൻറ്റ്സ് അക്കൗണ്ട്സ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടെന്നുള്ളതാണ് EPS-ൽ. പ്രധാനപ്പെട്ട കമ്പനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ US-ൽ പ്രധാനപ്പെട്ട പ്രസൻസ് ഉള്ള കമ്പനികൾ, ഇന്ത്യൻ കമ്പനികൾ ഓറബിന്ദോ ഫാർമയാണ്. ഏകദേശം 10% വരികയാണെങ്കിൽ 6% ഇമ്പാക്റ്റ് EPS-ൽ വരാൻ സാധ്യതയുണ്ട്. സൈഡസ് വെൽനസ് 6%, സിപ്ലയുടെ 4%, അതുപോലെ തന്നെ ഡോക്ടർ റെഡീസിൻ്റെ 6.5%, ലുപ്പിൻ്റെ 4.5%, സൺഫാർമയുടെ 1%, അതുപോലെ തന്നെ ടൊറൻറ്റ് ഫാർമയുടെ 0.8%. ഇത്രയുമാണ് 2026 അവരുടെ ഏർണിങ്സ് എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ട് 10% താരിഫ് വരികയാണെങ്കിൽ ഇതായിരിക്കും അവരുടെ ഏർണിങ്സിൽ വരാൻ പോകുന്ന ഇടിവെന്നാണ് ഒരു HSBC-യുടെ അനുമാനപ്രകാരമുള്ളത്.